വീടിൻ്റെ അകത്തുള്ളൊരു റൂമിയാണ്, വേപ്പിലയ്ക്ക് വേണ്ടി മാത്രം സജ്ജമാക്കിയിട്ടുള്ള ഒരു റൂം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ന്യൂജേഴ്സിയിലാണ്. ന്യൂജേഴ്സിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 മാസം കഴിഞ്ഞാൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അകത്ത് കയറ്റിക്കൊള്ളണം. ഞങ്ങളൊക്കെ സാധാരണ ഏത് വീട്ടിൽ കണ്ടാലും ചെറിയ ഒരു തൈ ഉണ്ടാവും. ആ തൈ അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ അത് പിന്നത്തെ സീസണിൽ പുറത്തേക്ക് എടുത്ത് വെക്കാൻ കിട്ടിയാൽ ഭാഗ്യം. അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ക്ലെമൻ്റേട്ടൻ ഇതുപോലെ, കാരണം ക്ലെമൻ്റേട്ടന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ ഒരു 50 പേർക്ക് ഈ ക്ലെമൻ്റേട്ടൻ ഇതുപോലെ വേപ്പില നട്ട് വളർത്തുന്നതിനുള്ളൊരു കാരണം ക്ലെമൻ്റേട്ടൻ്റെ ഒരു ഹോബിയാണത്. ഹോബി എന്ന് പറഞ്ഞാൽ ഏകദേശം 6 വർഷമായിട്ട്, അല്ലേ? 6 വർഷമായിട്ട് 50ഓളം പേർക്ക് ഒരു ചട്ടിയിൽ നല്ല വലിപ്പമുള്ളൊരു തൈ 50 പേർക്ക് ഒരു വർഷത്തിൽ കൊടുക്കുന്നുണ്ട്. അതും 5 പൈസ മേടിക്കാണ്ട്, അല്ലേ? ഫ്രീ ആയിട്ട്. അതെ. ഞാൻ ഇപ്പം ഇവിടെ വരാനും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലെമൻ്റേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് വേപ്പില തൈ വലുതും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒരു വേപ്പില തൈ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ കാണുന്നത് ഒരു വേപ്പില തൈ അല്ല, വേപ്പിലയുടെ ഒരു കൂമ്പാരമാണ് ഇവിടെ കാണുന്നത്. ഫ്ലോറിഡ പോലും തുറസായ സ്ഥലത്ത് ഇതുപോലെ കൃഷി ഞാൻ കണ്ടിട്ടില്ല.